ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മളൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത്. എഗ് ബ്രിഞ്ചാൾ ഫ്രൈ. വളരെ സിമ്പിളാണ്, പേരൊന്നും കേട്ട് ഞെട്ടണ്ട. നമ്മുടെ ബ്രിഞ്ചാൾ എഗ്ഗും വെച്ചിട്ട് ഒരു ഫ്രൈ ആണ്. വളരെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഐറ്റം ആയിരിക്കും ഇത്. അതുകൂട്ട് തന്നെ നമ്മുടെ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചു നോക്കാൻ ഉറപ്പായിട്ടും തോന്നും. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്. നാടൻ വഴുതനങ്ങയാണ്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബ്രിഞ്ചാൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് അഴുക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കോണം. കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ ഇടണം. ഇത് വെള്ളത്തിലൊരു 5 മിനിറ്റ് ഇട്ട് വെച്ചേക്കണം. ഇതിനകത്ത് ഇച്ചിരി കറയൊക്കെ കാണും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിനകത്ത് ഇട്ടേക്കാണ്. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിനകത്ത് കടന്ന് അതിൻ്റെ കറയൊക്കെ അങ്ങ് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ എഗ് ഫ്രൈ ഉണ്ടാക്കാനെ കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. ആദ്യമേ അതിനായിട്ട് കടലമാവാണ്. ഒരു ബൗള് കടലമാവ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം നമ്മുടെ മുട്ടയാണ്. ഒരു 2 മുട്ട എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചേക്കാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നല്ലോണം നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാവിനകത്ത് മുക്കി നമ്മുടെ ബ്രിഞ്ചാൾ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 250 ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ വറുത്തെടുത്താൽ മതി. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എടുത്തിട്ട് മാവിലിങ്ങനെ മുക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. മാവ് നല്ലോണം കവറാവണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്ക് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വെന്ത് വരാനെ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ശ്രദ്ധിച്ചോണം. ഒരുപാട് തീ ആയിക്കഴിഞ്ഞാൽ ഇവൻ കയറി അങ്ങ് കരിയും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. നല്ല വഴുതനങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഉണക്കം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണിത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഇത് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ചോറൊക്കെ കഴിക്കാൻ പിടിവാശിയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതേ ഉണക്കം ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിച്ചോളും. നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ നല്ലോണക്കും വെന്ത് വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതങ്ങ് കോരാം. ഒരുപാട് സമയമൊന്നും വേണ്ട ഈ സാധനത്തിനകത്ത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കോരി എടുത്തിട്ട് അടുത്ത സെറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത സെറ്റും കൂടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സെറ്റും നല്ലോണം വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയേക്കാം.
അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ എഗ് ഫ്രൈ അല്ലെങ്കിൽ നമ്മുടെ വഴുതനങ്ങ ബജ്ജി അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ കുഞ്ഞി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.